ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ വാരത്തിന് തൊട്ടു മുമ്പുള്ള ഈ 5-ാം ഞായറാഴ്ച നാം എല്ലാവരും ആത്യന്തികമായി ദൈവത്തോടൊപ്പമുള്ള സ്വർഗത്തിലെ നിത്യജീവിതത്തിന് വിളിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ അവിടുന്ന് സകലത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ്. തൻ്റെ ദിവ്യമായ പദ്ധതിക്കും ഹിതത്തിനുമനുസരിച്ച് നമുക്ക് ജീവൻ നൽകാനും അത് തിരികെ എടുക്കാനും മരണത്തിൽ നിന്ന് പോലും നമ്മെ ജീവിപ്പിക്കാനും അവിടത്തേക്ക് അധികാരമുണ്ട്. ഈ ഞായറാഴ്ചയോടെ വിശുദ്ധ വാരത്തിലേക്ക് കടന്ന് കർത്താവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും ഒടുവിൽ അവിടുത്തെ മഹത്തായ ഉദ്ധാനത്തിലും പൂർണ്ണതയിലും എത്തുന്നു. അതിനാൽ നമ്മുടെ കർത്താവ് തൻ്റെ നിസ്സീമവും നിരുപാധികവുമായ സ്നേഹത്താൽ നമുക്കായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും ധ്യാനിക്കാനും ഈ ഞായറാഴ്ച നമ്മെ ക്ഷണിക്കുന്നു. ഈ ഞായറാഴ്ചയിലെ 1-ാം വായനയിൽ പ്രവാചകനായ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ബാബിലോണിൽ പ്രവാസികളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുന്ന വചനങ്ങളാണിവ. അവിടെ അവർക്കിടയിൽ ശുശ്രൂഷ ചെയ്യാനാണ് എസെക്കിയേൽ അയക്കപ്പെട്ടത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും പോരാട്ടങ്ങളും നേരിട്ട ആ ജനതയ്ക്ക് അവരുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ധൈര്യവും കരുത്തും നിലനിർത്താനുള്ള പ്രോത്സാഹനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലിൻ്റെയും വാക്കുകളാണ് കർത്താവും നാഥനുമായവൻ നൽകിയത്. സ്വന്തം മാതൃഭൂമിയും നഗരങ്ങളും നഷ്ടപ്പെട്ടതിൻ്റെ അപമാനം സഹിക്കേണ്ടി വരുമെന്നത് മാത്രമല്ല, സോളമൻ രാജാവ് പണി കഴിച്ചതും അവർ അങ്ങേയറ്റം ആദരിച്ചിരുന്നതുമായ മഹത്തായ ദേവാലയത്തിൻ്റെ നാശം കാണേണ്ടിയും വന്നതായിരുന്നു. ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപത്തിൻ്റെ തിന്മയിലും ജീവിച്ച് അവരുടെ പൂർവികർ തന്നെയായിരുന്നു ആ പരിശുദ്ധ ആലയത്തെ അശുദ്ധമാക്കിയത്. തങ്ങളുടെ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും താൽക്കാലികമാണെന്നും അവയൊന്നും ശാശ്വതമല്ലെന്നും ദൈവം തൻ്റെ ജനത്തിന് ഉറപ്പു നൽകി. അവരുടെ യാത്രയിലുടനീളം അവരെ പിന്തുണച്ചും ശക്തിപ്പെടുത്തിയും അവിടുന്ന് കൂടെയുണ്ടാകും. ഒടുവിൽ അവരുടെ വിപ്രവാസത്തിൻ്റെയും ഭവനരഹിത അവസ്ഥയുടെയും അന്യദേശങ്ങളിൽ പ്രവാസ ജീവിതത്തിൻ്റെയും അപമാനം അവിടുന്ന് ഇല്ലാതാകും. തൻ്റെ ജനത്തെ അവരുടെ പൂർവികരുടെ നാട്ടിലേക്ക്, ഇസ്രായേൽ ദേശത്തേക്ക് തിരികെ നയിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം നിശ്ചിത സമയത്ത് അവിടുന്ന് തന്നെ നിറവേറ്റും. ഒടുവിൽ ഇസ്രായേൽ വിപ്രവാസികൾക്ക് തങ്ങളുടെ ജന്മനാട്ടിലേക്ക് മടങ്ങാനും പുരാതന ഇസ്രായേൽ യൂദ രാജ്യങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ ജീവിതവും വീടുകളും നഗരങ്ങളും പുനഃസ്ഥാപിക്കാനും സാധിക്കുമായിരുന്നു. ഈ പ്രവചനത്തിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ആന്തരിക പ്രവചനവും വെളിപാടും അടങ്ങിയിരിക്കുന്നു. ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ മുഴുവൻ, ഇസ്രായേൽക്കാരെ മാത്രമല്ല, ഈ ലോകത്തിലെ ദുരിതങ്ങളിലും പ്രവാസത്തിലും ഉഴലാൻ നിർബന്ധിതരായ മാനവരാശിയെ ഒന്നടക്കം ഒടുവിൽ തൻ്റെ അടുത്തേക്ക് തിരികെ നയിക്കും എന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഇത് പറയുന്നത്. ക്രിസ്തുവിൽ പ്രിയരെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇസ്രായേൽ ജനത തങ്ങളുടെ അനുസരണക്കേടും പാപങ്ങളും കാരണം സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ടതുപോലെ നമ്മുടെ പൂർവികരുടെ പാപങ്ങളും അനുസരണക്കേടും മൂലമാണ് നമ്മളും ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. നമ്മെ ഓരോരുത്തരെയും തൻ്റെ അനന്തമായ സ്നേഹത്താൽ സൃഷ്ടിച്ച ദൈവം ഇങ്ങനെയൊരു വിധി നമുക്ക് ഉണ്ടാകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാം അവിടുത്തെ പ്രിയപ്പെട്ടവരാണെന്നും അവിടുന്ന് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നും ഈ ജീവിതയാത്രയിൽ നമ്മുടെ അരികിലുണ്ടെന്നും നാം തിരിച്ചറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തുടർന്ന് ഈ ഞായറാഴ്ചയിലെ 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണ് നാം കേൾക്കുന്നത്. ജഡികത അനുസരിച്ച് ജീവിക്കുന്നവർക്ക്
ദൈവത്തെ പ്രസാദിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നു. അക്കാലത്ത് പലരും ദൈവത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് ലൗകികമായ രീതിയിൽ ജീവിച്ചിരിക്കുന്നതായാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. വിജാതീയരും അധർമ്മികവുമായ ചുറ്റുപാടുകൾക്കിടയിൽ കഴിയുന്ന റോമിലെ വിശ്വാസികളെ അദ്ദേഹം ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. കർത്താവിൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചവരുമായ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തിയിലും ജീവിതത്തിലും അത് പ്രകടിപ്പിക്കേണ്ടവരാണ്. ലൗകികമായ എല്ലാ കാര്യങ്ങളെയും ജീവിത രീതികളെയും പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നല്ല വിശുദ്ധ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുടുംബത്തിലും സുഹൃത്തുക്കൾക്കുമിടയിലും സമൂഹത്തിലും ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പാടെ ഉപേക്ഷിക്കണമെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് ഇന്നത്തെ ലോകത്തിലെ പശ്ചാത്തലത്തിൽ വിശുദ്ധ പൗലോസ് അർത്ഥമാക്കുന്നത് ഇതാണ്: നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. നമ്മുടെ പെരുമാറ്റത്തിലും പരസ്പരമുള്ള സ്നേഹത്തിലും അത് പ്രതിഫലിപ്പിക്കണം. ദൈവത്തെയും നമ്മെ തന്നെയും സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും ആത്മാർത്ഥമായും നിഷ്കളങ്കമായും സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ജീവിതത്തെ സജീവമായി പ്രവർത്തിക്കുന്നവരാകണം നാം ഓരോരുത്തരും. ഇന്ന് ഈ ലോകത്ത് അനേകം വേദനകളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ദൈവവിശ്വാസികൾ പോലും വലിയ വെല്ലുവിളികളും അപവാദങ്ങളും നേരിടുന്നു. നമ്മിൽ പലർക്കും വലിയ വേദനയും ദുരിതവും നൽകുന്നത് പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളായ കത്തോലിക്കർ തന്നെയാണെന്ന് നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവിടെ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ്. പുറമെ ഭക്തിയുള്ളവരായും സഭയുടെയും ദൈവത്തിൻ്റെയും കൽപ്പനകൾ പാലിക്കുന്നവരായും കാണപ്പെടുമ്പോഴും പരസ്പരമുള്ള ഇടപെടലുകളിൽ, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടും അടുത്തുള്ളവരോടും വേദനയും കഷ്ടപ്പാടും ഉണ്ടാകുന്നത് കത്തോലിക്കർ എന്ന നിലയിലുള്ള നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് ചേരാത്തതും വിശ്വാസികളെ തളർത്തുന്നതുമാണ്. ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പെരുമാറരുത് എന്നാണ് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവസാനമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഈ ഞായറാഴ്ച നാം കേൾക്കുന്നത് കർത്താവായ യേശു ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച സംഭവമാണ്. കർത്താവിൻ്റെ പ്രിയ സുഹൃത്തും മാർത്ത, മറിയം എന്നിവരുടെ സഹോദരനുമായ ലാസർ കഠിനമായി രോഗബാധിതനായി മരിക്കാൻ കിടക്കുന്നതും തുടർന്ന് ലാസർ മരിച്ചതിന് ശേഷം മാത്രം കർത്താവ് മനഃപൂർവ്വം അവിടെ എത്തുന്നതും നാം കേൾക്കുന്നു. ഇതെല്ലാം ദൈവഹിത പ്രകാരം സംഭവിക്കാനും ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതിലൂടെ ദൈവപുത്രൻ എല്ലാവരുടെയും മുൻപിൽ മഹത്വപ്പെടാനും വേണ്ടിയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ലാസറിനെ ഓർത്ത് കണ്ണീർ വാർത്തുകൊണ്ട് കർത്താവ് നമ്മോടുള്ള തൻ്റെ വലിയ സ്നേഹം വെളിപ്പെടുത്തുന്നത്. അതെ ക്രിസ്തുവ് പ്രിയ സഹോദരങ്ങളെ, ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന് കർത്താവിന് അറിയാമായിരുന്നു. എങ്കിലും തൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ രോഗം ബാധിച്ച് മരിച്ചതും അവൻ്റെ സഹോദരിമാരുടെയും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെയും വിലാപവും നമ്മെ ആഴത്തെ സ്നേഹിക്കുന്ന കർത്താവിനെ തീർച്ചയായും വേദനിപ്പിച്ചു. ലാസറിനെ ഓർത്ത് അവിടുന്ന് ഒഴുക്കിയ കണ്ണുനീർ യഥാർത്ഥമായിരുന്നു. അവനോടും നമ്മോടുമുള്ള തൻ്റെ നിർമ്മലവും ശാശ്വതമായ സ്നേഹത്തിൽ നിന്നാണ് ആ കണ്ണുനീർ ഉണ്ടായത്. ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം എത്ര അത്ഭുതകരമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ ജീവന്റെയും മരണത്തിൻ്റെയും മേൽ തനിക്കുള്ള അധികാരം അവിടുന്ന് വെളിപ്പെടുത്തി. നമ്മൾ ഓരോരുത്തരും അവിടത്തേക്ക് എത്രമാത്രം വിലപ്പെട്ടവരാണെന്നും തൻ്റെ നിത്യമായ സ്നേഹത്തിൽ നാം പങ്കുചേരണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു.
നമ്മുടെ ചുറ്റുമുള്ളവരെയും പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കുന്നതിലൂടെ ആ ദിവ്യ സ്നേഹം നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ ക്രിസ്തുവ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ സജീവവും ക്ഷമയുള്ളതുമായ സ്നേഹത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെയും പുതിയ ജീവിതത്തെയും കുറിച്ചുള്ള അവിടുത്തെ വാഗ്ദാനത്തെക്കുറിച്ചും നമ്മുടെ നന്മയും രക്ഷയുമായി അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാം ഓർമ്മിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അവസരങ്ങൾക്കും അവിടുത്തെ ക്ഷമയുള്ള സ്നേഹത്തിനും കാരുണ്യത്തിനും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും മറ്റുള്ളവരോടുള്ള മനോഭാവത്തിലും പ്രവൃത്തിയിലും കരുണയുള്ളവരും ക്ഷമയുള്ളവരുമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരസ്പരം നല്ല മാതൃകകളും പ്രചോദനവുമായി മാറിക്കൊണ്ട് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെയും സത്യത്തിൻ്റെയും വിശ്വസ്തരായ വാഹകരാകാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും പരിചിതരോടും പെരുമാറുമ്പോൾ ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.